Hi, welcome to ASLP Mommy. This is Fatima Sunaina. I'm an audiologist and speech therapist. നിങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ അവർക്ക് മുഴുവനാക്കാൻ പറ്റാതെ അവർ സ്കിപ്പ് ചെയ്തു പോകും. അതുപോലെ ചില അക്ഷരങ്ങളൊക്കെ കറക്റ്റ് പറയില്ല, സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അവരുടെ സംസാരം ക്ലിയർ ആയിരിക്കില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വിക്ക് കാരണമാണെന്ന്. പക്ഷേ ഇത് വിക്കല്ല, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലട്ടറിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. എന്താണ് ക്ലട്ടറിങ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ആൻഡ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. സോ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻസിൽ ഇടാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് എന്താണ് ക്ലട്ടറിങ്? ക്ലട്ടറിങ് എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ ഒഴുക്കിനെ, അതായത് ഫ്ലുവൻസിയെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഇത് സ്റ്റട്ടറിങ്ങിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, വിക്കിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. കാരണം വിക്കിൽ നമ്മൾ സ്റ്റക്കായി പോവുക, പറഞ്ഞ് തന്നെ റിപ്പീറ്റ് ചെയ്യുക, പ്രൊലോങ് ചെയ്തിട്ട് അതായത് നീട്ടി പറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷേ ക്ലട്ടറിങ്ങിൻ്റെ കേസിൽ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നം, കാരണം ഭയങ്കര സ്പീഡാകുമ്പോൾ വാക്കുകൾ മുഴുവൻ പറയാതിരിക്കുക, അതുപോലെ ചില അക്ഷരങ്ങൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നമ്മളുടെ സംസാരത്തിൻ്റെ ഒഴുക്കിനെയും അതിൻ്റെ താളത്തെയും ബാധിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ക്ലട്ടറിങ് എന്ന് പറയും. ഒരു സംസാരത്തിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബ്രെയിന് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ് വായനേക്കാളും, അതായത് ചിന്തിക്കുന്നതിൻ്റെ വേഗത കൂടുതലാണ്. എന്നാൽ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അത്രയും നമ്മൾ ചിന്തിച്ചെന്താണോ ആ ഒരു സ്ഥലത്തേക്ക് എത്താനും പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ചില വാക്കുകൾ കൂട്ടി പറയും, ചിലത് മുഴുവനായി പറയില്ല, ചില നേരത്തെ പറഞ്ഞ സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ സംസാരം ക്ലിയർ ആയിട്ട് മനസ്സിലാകില്ല, എന്താണ് ഇയാൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ ക്ലട്ടറിങ്ങിൽ കണ്ടുവരുന്നത്. ക്ലട്ടറിങ്ങിൻ്റെയും സ്റ്റട്ടറിങ്ങിൻ്റെയും ഒരു കമ്പാരിസൺ നോക്കിയാലോ? സ്റ്റട്ടറിംഗ് എന്ന് പറയുമ്പോൾ വിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻസും ബ്ലോക്സും ആയിരിക്കും കൂടുതൽ. അതേസമയം ക്ലട്ടറിങ്ങിലാണെങ്കിലോ ഫാസ്റ്റ് ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും അവരുടെ സ്പീച്ച്. ആ ഒരു പ്രശ്നമുള്ള ആൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കും, അയാൾക്ക് അറിയാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. പക്ഷേ ക്ലട്ടറിങ്ങിൻ്റെ കേസിൽ അദ്ദേഹത്തിന് ഒരു ഫാസ്റ്റ് സ്പീച്ച് ആണെന്നുള്ളത് മിക്കപ്പോഴും ആൾക്കാർ അംഗീകരിക്കും. ക്ലട്ടറിങ്ങിൻ്റെ കേസിൽ പോസസും പ്രൊലോങ്ങേഷൻസും, അതായത് നിർത്തുന്നതും അതേപോലെ നീട്ടി പറയുന്നതാണ് കൂടുതലെങ്കിൽ, ക്ലട്ടറിങ്ങിൻ്റെ കേസിൽ നമുക്ക് സ്കിപ്പ് ആവുന്നതാണ്, സിലബിൾസ് സ്കിപ്പാക്കി പറയുക, അതുപോലെ സ്ലേർഡ് സ്പീച്ച് എന്ന് പറയില്ലേ, കുഴഞ്ഞ പോലത്തെ സംസാരം. സ്റ്റട്ടറിങ്ങിൻ്റെ കേസിൽ അവരുടെ വാക്കുകളിൽ നമുക്ക് നല്ലൊരു ടെൻഷൻ, ആ ഒരു ടെൻഷൻ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ക്ലട്ടറിങ് ആണെങ്കിൽ അവർ കെയർലെസ് ആയിട്ടാണ് വാക്കുകൾ പറയുന്നത്, കൃത്യമായി പറയാൻ അവർ. മിക്ക ആൾക്കാരും ക്ലട്ടറിങ്ങിനെ വിക്കായിട്ടാണ് കാണുന്നത്, പക്ഷെ അത് അങ്ങനെയല്ല, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണാറുണ്ട്. ചില കേസസിലെങ്കിലും ക്ലട്ടറിങ്ങും സ്റ്റട്ടറിങ്ങും ഒരുമിച്ചും കാണാറുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഇതിനെ സോൾവ് ചെയ്തെടുക്കണം എന്നുള്ളത് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഉത്തരവാദിത്തം. നേരത്തെ പറഞ്ഞത് കൂടാതെയുള്ള ക്ലട്ടറിങ്ങിന്റെ സിംറ്റംസ് നമുക്ക് നോക്കാം. വാക്കുകൾ കൂട്ടി പറയൽ ഇതിന്റെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ ഒരു ടോപ്പിക്കിൽ, അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അതിൽ തന്നെ നിലനിന്നുകൊണ്ട് ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ തോട്ട്സിനെ, അവരെന്താണോ ചിന്തിക്കുന്നത് അത് പ്രോപ്പറായിട്ട് സെന്റൻസ് വൈസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കുറവായിരിക്കും. ക്ലട്ടറിംഗ് ഉള്ള കുട്ടികളിൽ അവർക്ക് ഈ ഒരു സ്പീച്ചിനെ മാത്രമല്ല അവരുടെ എഴുത്തിനെയും ഇത് ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ക്ലട്ടറിംഗ് വരുന്നത് എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് ഇന്നൊരു കാരണം കൊണ്ടാണ് ക്ലട്ടറിങ് വരുന്നത് എന്നത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിൻ്റെ സംസാരം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയുമായിട്ട് ഈ ഒരു പ്രശ്നം ലിങ്ക്ഡ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം മടി കാരണമോ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് കാരണമോ ഒന്നും അല്ല വരുന്നത്. പിന്നെ ഇത് ADHD ഉള്ള കുട്ടികളിലും ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളിലും ഇത് കണ്ടുവരുന്നുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ വീക്കിൻ്റെ കൂടെയും ക്ലട്ടറിങ് കാണും. കുട്ടികളിലെ ക്ലട്ടറിങ് ശ്രദ്ധിക്കപ്പെടുന്നത് കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴാണ്, അതായത് കുട്ടി പറയുന്നത് ടീച്ചർക്ക് മനസ്സിലാവാതെ വരുമ്പോഴാണ് ആ പ്രശ്നം അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എന്താണ് ഇതിൻ്റെ പരിഹാരം? സ്പീച്ച് തെറപ്പിയാണ് ഇതിൻ്റെ പരിഹാരം. എത്രയും നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമുക്ക് ഇവരുടെ ലൈഫ് ക്വാളിറ്റിയും സ്പീച്ചിൻ്റെ ക്ലാരിറ്റിയെയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കുട്ടിക്കാലത്ത് ഇത് സോൾവ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് മുതിർന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നവുമായിട്ട് ആൾക്കാർക്ക് മുന്നോട്ട് പോവേണ്ടി വരുന്നത്. ഇനി തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് അവരുടെ അവെയർനെസ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഇത്തരം ഒരു പ്രോബ്ലം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളത്.
രണ്ട്, ഇവരുടെ സ്പീഡ് കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു സ്പീഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളും തെറപ്പിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. മൂന്നാമത്തേതാണ് ഇവരുടെ ആർട്ടിക്കുലേഷൻ സ്കിൽസ്, അതായത് ഓരോ അക്ഷരങ്ങളും കൃത്യമായി പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സംസാരം ഓവറോൾ ക്ലാരിറ്റി ഇമ്പ്രൂവ് ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ അക്ഷരങ്ങളുടെ ക്ലാരിറ്റി പ്രോബ്ലത്തെയും അതേപോലെ തന്നെ ഓവറോൾ സ്പീച്ച് ക്ലാരിറ്റിയിലും തെറപ്പിസ്റ്റ് വർക്ക്. വൺ, എന്താണ് പറയാൻ പോകുന്നത് എന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു സ്കില്ലിലും കൂടിയും തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ്ലി ബ്രെത്ത് കൺട്രോൾ, അതായത് എവിടെ സംസാരം സ്റ്റോപ്പ് ചെയ്യണം, അതേപോലെ എങ്ങനെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യണം എന്നതിലൊക്കെയും തെറപ്പിസ്റ്റ് വർക്ക്. ഓരോരുത്തരുടെ പ്രോബ്ലത്തിന്റെ സിവിയറിറ്റിക്കും അതേപോലെ തന്നെ ആ ഒരു പ്രശ്നത്തിനും അനുസരിച്ചിട്ട് തെറപ്പിസ്റ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കും ഓരോരുത്തരുടെ തെറപ്പിയും ഉണ്ടാവുന്നത്. ഇനി നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവരോട് പറയാം. ഓൺലൈൻ സ്പീച്ച് തെറപ്പിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റായ www.rethinkrehab.in വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്